അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഓക്കെ. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ, മറ്റ് സഹോദരന്മാരെ, നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പല പ്രാവശ്യം കൂടെ പറഞ്ഞതാണെങ്കിലും മലപ്പുറം പടയുടെ ചില ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ചില ആളുകൾക്കൊക്കെ അബൂസവാദിനെ പോലത്തെ ആളുകളൊക്കെ അത് കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനെ കണ്ടപ്പോ അതിന്റെ ബാക്കി കൂടി പറയാം എന്ന് തോന്നി. ഇൻഷാ അല്ലാഹ് അന്ന് നമ്മൾ പറഞ്ഞു വന്നത് മലപ്പുറം നാടുവാഴിയുമായി കൊണ്ട്, പാറ നമ്പിയുമായി കൊണ്ട് ഒന്നുകൂടെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടി, പള്ളി യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഞങ്ങൾ നിലവിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറിപ്പോവാനും, അതുപോലെ അതല്ല ഇവിടെ അടങ്ങിയൊതുങ്ങി കഴിയലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനും എല്ലാം ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിങ്ങളുമായി കൊണ്ട് ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറല്ല, അതിന് മാത്രം ഞങ്ങൾ ശക്തരല്ല, ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും അതിനൊന്നും വഴങ്ങാതെ ചതി പ്രകാരം അവരെ ചതിച്ചുകൊണ്ട് വീണ്ടും അവിടെ താമസിക്കാൻ പറയുകയും വീണ്ടും പടക്കൊരുങ്ങുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നമ്മുടെ സഹോദരിമാര് വളരെ നിസ്സാരമായ വേഷങ്ങൾ ധരിച്ച്, കണ്ടാൽ പാപങ്ങൾ തോന്നുന്ന, ഇത് ഏകദേശം 240, അതിന്റെ കൃത്യമായ കണക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, ഏകദേശം ഒരു 250 കൊല്ലൊക്കെ ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കൃത്യമായ കണക്ക് വരുന്നുണ്ട്. 1144 ആണ് തോന്നുന്നുണ്ട്. കൃത്യമായ കണക്ക് വരുന്നുണ്ട്. ഏതായാലും ഈ സഹോദരിമാര് ചെന്നിട്ട് അവർ പാറനമ്പിയോട് പറയുകയാണ്, ഒരു താർമാട്ടവാർകൾ സംഗീതത്താൽ ഒളുക്കിയുടെ മിളിനീടം കേണാവസ്ഥ, ഇരിക്കുന്ന നഗരവും പള്ളിയെങ്കിൽ എടുത്തിൽ പാർപ്പത് കരുൾ ചെയ്തോറുങ്കിൽ, തിരുപാതിക്കിരുവരെ പാത്ത് പോന്നേ തിരം കേട്ടിട്ടുമൈകൾ ചെയ്തില്ലെന്നേ, തിരുപാതിക്കിരുവരെ പാത്ത് പോന്നേ തിരം കേട്ടിട്ടുമൈകളിൽ ചെയ്തില്ലെന്ന്. കരമാറു പതിക്കാരർ ആരെങ്കിലും കഥ കേട്ടിട്ടൊരു പിഴച്ചെങ്കിലോ, പിഴച്ചോരൻ തിനം തന്നെ കൊല്ലപ്പെട്ട് പിറകാടിൽ വരുന്നെങ്കിൽ എന്തും കേട്ട്. സഹോദരിമാര് ചെന്നുകൊണ്ട് പാറനമ്പിയോട് പറയുകയാണ്, പാറനമ്പി പ്രഭു, ഞങ്ങള് ഇരിക്കുന്ന അങ്ങാടിയും പള്ളി ഒക്കെ ഇവിടെ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്നത് തിരുപ്പാതിക്കിതുവരെ പാർത്തു പോന്ന് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് അങ്ങയുടെ അനുവാദത്തോടു കൂടെയാണ്. അത് ഞങ്ങൾ ഇവിടെ വന്ന് കയ്യേറിയതല്ല, ആരാന്റെ ഭൂമി ഞങ്ങൾ കയ്യേറിയും കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പന പ്രകാരം അടങ്ങി ഒതുങ്ങി ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. സ്ഥിരം കേട്ടിട്ടും ഉണ്ട് മൈകളിൽ ചെയ്തില്ലെന്ന് ഇതുവരെ ഞങ്ങൾ ഒന്നും തന്നെ എന്തെങ്കിലും അങ്ങേക്കെതിരായിക്കൊണ്ടോ മറ്റോ ഞങ്ങൾ ചെയ്തിട്ടില്ല. മറുപതിക്കാരർ ആരെങ്കിലും കഥ കേട്ടിട്ടൊരു പിഴച്ചെങ്കിലോ, ഇനി മറുകരയിൽ നിന്ന് ആരെങ്കിലും വന്നുകൊണ്ട് അങ്ങയോട് അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് അങ്ങയോടെങ്കിലും അപവാദങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പിഴച്ചോരന്തിനം തന്നെ കൊല്ലപ്പെട്ട് അവർ കൊല്ലപ്പെട്ടില്ല പ്രഭു.
അവർ ആ ദിവസം തന്നെ കൊല്ലപ്പെട്ടല്ലോ. പിറകാടൽ വരുന്നെങ്കിൽ എന്തും കേട്ട് അതിനുശേഷവും ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നു എന്ന് അങ്ങ് ഇന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് വല്ലാത്ത ഒരു സങ്കടമാണ് എന്ന് സഹോദരിമാർ പറയുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ബശിക്കെങ്കിൽ മറുതിക്കിൽ പോവാതുക്കും മതി തേടിയത് കില്ലിൻ തേകിൽ പാക്കും കഴികൊണ്ട് പിരിയാമൽ പാർത്തപ്പോൾ കലകത്ത് കുമൈ ബന്ധൂറാകുന്നിപ്പോൾ അഴിക്കാതെ ചതി നമ്മൾ ചെയ്തതല്ല അതിനേതും നമ്മകളിൽ പിഴച്ചിട്ടില്ല. അപ്പോ വഴിക്കെങ്കിൽ മറുതിക്കിൽ പോവലൊക്കും ഇനി നിങ്ങൾ ഞങ്ങളുടെ താമസിക്കുന്നത് ഇഷ്ടമല്ല എങ്കിൽ ഞങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ പ്രഭു. മതി തേടി അത് കില്ലന്റെ ഏക്കൽ പാക്കും അതിന് നിങ്ങൾ പോവണ്ട എന്നല്ല ഞങ്ങളോട്. കഴികൊണ്ട് പിരിയാമൽ പാർത്തതപ്പോൾ ഗലകത്തുക്കുമേ ബന്ധു റാകുന്നിപ്പോൾ അത് കേട്ടിട്ടാണ് ഞങ്ങളോട് അടങ്ങി ഒതുങ്ങി യാതൊരു പ്രശ്നമില്ലാതെ താമസിക്കാലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളോട് താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്നിട്ടും ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു സങ്കടമായിട്ട് തോന്നുകയാണ് പ്രഭു. അശിക്കാതെ ചരിനമ്പിൽ ചെയ്തതില്ല അതിനേലും നമ്മകൾ പിഴച്ചിട്ടില്ല ഇല്ലാതെ നമ്മകളിൽ ചോക്കിയത്തെ എടുക്കാതെ കഴിവില്ല എങ്കിലുമെത്തേ. ഇനി നിങ്ങൾക്ക് ഈ അഴിക്കാതെ ചതി നമ്മൾ ചെയ്തതല്ല, ഇതുപോലെ ഞങ്ങളോട് ചതി ചെയ്യാൻ മാത്രം ഞങ്ങൾ അതിനേതൊന്നും നമ്മളിൽ പിഴച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് തെറ്റാണ് പ്രഭു ഞങ്ങൾ ചെയ്തത്? അങ്ങയോട് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞൂടെ? അതല്ല, ഇല്ലാതെ നമ്മകളെ ജോക്കിയത്തെ എടുക്കാതെ കഴിവില്ല എങ്കിൽ മറ്റ് ഞങ്ങളോട് യുദ്ധം ചെയ്തേ അടങ്ങൂ എന്നാണ് അങ്ങയുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, നല്ല സൂക്കടവ് എരിപ്പീൻ എന്നാൽ നായൻ വീടരിക്കാതെ ഒഴിത്തു തന്നാൽ ഞങ്ങളുടെ വീടുകൾ നിങ്ങൾ കരിച്ചോളൂ, അങ്ങാടി നിങ്ങൾ പൊളിച്ചോളൂ, അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. പക്ഷേ അല്ലാഹുവിന്റെ പള്ളി, ആ ഭവനം നിങ്ങൾ പൊളിക്കരുത്. നല്ല സൂക്കടവേ എരിപ്പീനെന്നാൽ നായൻ വീടരിക്കാതെ ഒഴിത്തു തന്നാൽ ബല്ലികൾ നമുക്കുൾമയ്യാഭരണങ്ങൾ ബദലായി താരുകാമിൻ തോറ്റി പെങ്ങൾ. അങ്ങനെ നിങ്ങൾ അതിന് സമ്മതിക്കുകയാണ് എങ്കിൽ അങ്ങാടി നിങ്ങൾ കരിച്ചോളൂ, വീടുകൾ പൊളിച്ചോളൂ, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ പള്ളി, ആ പള്ളി നിങ്ങൾ ഒഴിച്ചു തരികയാണ് എങ്കിൽ, അത് കരിക്കാതെ ഒഴിച്ചു തരികയാണ് എങ്കിൽ ഞങ്ങളുടെ ശരീരങ്ങൾ അണിഞ്ഞതായിരിക്കുന്ന ഈ ആഭരണങ്ങൾ മുഴുവനും നിങ്ങൾക്ക് ധാരമായി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പ്രഭു. അതുകൊണ്ട് ദയവ് ചെയ്ത് അതിന് അനുവാദമുണ്ടായിരിക്കണം, അതിന് കൃപയുണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ താണു കൂണുകൊണ്ട് നമ്മുടെ സഹോദരിമാർ അവരോട് സംസാരിക്കുകയാണ്. പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ സഹോദരിമാർ പറഞ്ഞിട്ടും തെല്ലും മമ്മൊളിക്ക് കാബൂലെ ചെയ്യാ തിരുതറുകൾ ഉരത്തത് പോലെ വയ്യാ വയ്യാമെൻറ്റത് കേട്ട് പീന്തി പോന്നാർ വകയില്ല പുരുഷന്മാരോട്ട് ചൊന്നാർ. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞപ്പോഴും പാറനമ്പി പറഞ്ഞു, ഇതൊരിക്കലും സ്വീകരിക്കാൻ നിർവാഹം ഇല്ല, ഇതൊരിക്കലും നിങ്ങളുടെ ഈ അപേക്ഷ സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരിമാരെ വളരെ ഖേദത്തോടുകൂടെ, വളരെ സങ്കടത്തോടുകൂടെ അവിടെ നിന്ന് തിരിച്ചു വരികയും അവരുടെ ഭർത്താക്കന്മാരോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം അവർ വിശദമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വയ്യാമെണ്ടത് കേട്ട് പിന്തിപ്പോന്നാർ വകയെല്ലാം പുരുഷന്മാരോട് ചെന്നാർ മൊയ്യൂകൾ തരിത്ത് കരുത്തന്മാർകൾ മുറിന്താറച്ചവർ തമ്മിൽ ചൊല്ലുവാറുകൾ. ഇത് കേട്ടതായിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരന്മാരെന്താണ് ചർച്ച ചെയ്തത്? ഇനി നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഹയ്യാവൻ പതിചൂട്ട് പോകും യോമേ ഹയാത്തിൽ നാം ഇരിപ്പതും എന്തിനാമേ മെയ്യോയിർ അടങ്കേടും കോനവന്റെ മകമ്യാതിൽ കുതിരത്തിലാകുമെണ്ടേ എണ്ടുണ്ട് ഹയാത്തോട് കൂടെ പൂവിൽ ഇരിക്കുമോ ഒരിക്കൽ മാരിത്തിടാമൽ ഒണ്ടൻ തൻ വജഹൊയ്യേ ശൈകളൊക്ക ഒടുകേൽ നാലാക്കാലന്റെ ഗലഹക്കാം.
ആ സമയത്ത് സഹോദരന്മാര് തീരുമാനിച്ചു, ഹയ്യാവൻ പതി ചുട്ട് പോകും യോമേ, അള്ളാഹുവിന്റെ പള്ളി ചുട്ടുപോകുന്ന ദിവസത്തിൽ, അത് കരിക്കുന്ന ദിവസത്തിൽ പിന്നെ നമ്മളിവിടെ ഹയാത്തിൽ നാം ഇരിപ്പതും എന്തിനാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത്? കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുഹു, അള്ളാഹുവിന്റെ വജ്ഹില്ലാത്ത എല്ലാം നശിക്കും എന്നാണല്ലോ പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലുള്ളതുകൊണ്ട് എന്തായാലും ഒരിക്കൽ മരിക്കണം. ആ മരണം നമുക്ക് ഈ പള്ളിക്ക് വേണ്ടിയാവട്ടെ ആ മരണം എന്ന് സഹോദരന്മാര് തീരുമാനിക്കുകയാണ്. എന്തിന്റെ ഹയാത്തോടെ കൂടി പൂവിൽ ഇരിക്കുമോ ഒരിക്കൽ മരിത്തിടാമിൽ, എന്തായാലും ഒരിക്കൽ മരിക്കണല്ലോ, എന്തായാലും ഒരു പ്രാവശ്യം മരിക്കണം. ആ മരണം ഭീരുവിനെ പോലെ മരിക്കുന്നതിന് പകരം നമുക്ക് ആണുങ്ങളെ പോലെ പോരാടിയിട്ട് ഈ പള്ളിക്ക് വേണ്ടി മരിക്കാം. കാരണം അള്ളാഹുവിന്റെ വജ്ഹല്ലാത്ത മറ്റെല്ലാം ഇവിടെ നശിക്കും എന്നാണ് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യന്റെ മസ്ജിദ് ഇരിക്കെ കണ്ട് ഇരുന്തും പിൻ ഇറന്തേകൻ മുമ്പിൽ ചെണ്ട്, പണ്ടേനിൽ നമുക്കുതില്ല ചൊൽവാൻ പട്ടാങ്ങയ്യുറപ്പിന് പണ്ടേനിൽ നമുക്കുതില്ല ചൊൽവാൻ പട്ടാങ്ങയ്യുറപ്പിന് ചെയ്യുവാൻ. മാത്രമല്ല പരിശുദ്ധമായിരിക്കുന്ന പള്ളി കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പള്ളി കരിക്കുമ്പോൾ അതിനെ തടുക്കാൻ കഴിയാതെ പടച്ച റബ്ബിന്റെ രാജാതിരാജനായിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചൊല്ലുമ്പോൾ അള്ളാഹു ചോദിക്കില്ലേ, എന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും തന്നെ ഒരു കാരണം പറയാൻ ഉണ്ടായിരിക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അതിന് ഒരിക്കലും വക നൽകാതെ, അതിനൊരിക്കലും അവസരമുണ്ടാക്കാതെ ഈ പരിശുദ്ധമാർക്കുന്ന പള്ളിക്ക് വേണ്ടി മരിക്കുകയാണെങ്കിൽ നമുക്ക് മരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാനസികമായി കൊണ്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഹത്താബിന്റെ ഹിമത്തോടെ ബൈത്തിബിലത്താൽ വന്ന് എരിത്തിടും ദുഷ്ടരിൽ കാട്ടി പോർപ്പൊറുതിട്ടൊരു ഷഹാദത്ത് നമുക്ക് വിധിക്കുവാതുക്കിതം പോരും എത്തിരയും മതിയ മതത്തിരയും. മുത്താലുൽ പണിക്കപ്പൽ അതുണ്ടാണ് വെത്താൻ മുന്നേ കോതിട്ടത് പൊന്നമൈ മുമ്പിലെ ഇത് എമ്പലം കളബക്കം ഇതിൽ കയറിക്കൊള്ളിന്നി കൂറിയന്തതല്ലാതിലെ മനം പിന്തിടാതറിയാം. വിസ്താരത്തലം പുത്തിരരും ഒരു സ്വത്താലും ഗുണം എത്തിടുക ധനുമേത്തയിലെ സലാമത്തേനിൽ എത്തിനിലത്തവർ കപ്പലം ഏറിടും ജിഹമ സുഗതാറതും ബഹുമാ. ഹത്താബിൻ റഹിമത്തുള്ള ബൈത്ത് ബിലത്താൽ ബന്ധിയെരിച്ചിടും ദുഷ്ടരിൽ. അള്ളാഹുവിന്റെ പള്ളി ബലാത്കാരമായി കൊണ്ട് അത് കരിക്കുന്ന ആ വിഭാഗം ആളുകളുണ്ടല്ലോ, അവരോട് കട്ടിപ്പോർ വിട്ടുടുൽ ഷഹാദത്ത് നമുക്ക് വിധിക്കുവതുക്കിതം. അവരോട് വളരെ കണിശമായി കൊണ്ട് ശക്തമായി കൊണ്ട് നാം യുദ്ധം ചെയ്താൽ അതിൽ കൂടെ നമുക്ക് ഷഹാദത്ത് ലഭിച്ചു കഴിഞ്ഞാൽ, അതിൽ കൂടെ നമുക്ക് രക്തസാക്ഷികളാവാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട്. മുത്താലുൽപ്പണി കപ്പല്ലാതുണ്ടാണ് വെത്താൻ മുന്നേ കൊതിച്ചത് പോൽ നമ്മെ മുമ്പിലേ ഇത് എമ്പലാം കഥ വെക്കം ഇതിൽ കയറിക്കൊള്ളുവിൻ കൂടി. എങ്ങനെയെങ്കിലും ഷഹീദാവണം എന്നുള്ള ആഗ്രഹമായി കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ നമ്മൾ. ബദർ ശുഹദാക്കളുടെ പേരുകൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, അവരുടെ ധീരതകൾ കേൾക്കുമ്പോൾ, ഉഹദീങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഖൈബരീങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതുപോലെ നമുക്കും ഒരു അവസരം കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ മുത്താനുള്ള ഒരു കപ്പൽ നമ്മുടെ മുമ്പിൽ കയറിയിരിക്കുന്നു. ഇത് ഒരു ലക്കി ചാൻസാണ്. ഈ ചാൻസുകൾ ആരും കളയാൻ പാടില്ല. ഇത് കയറിക്കൊള്ളൂ. ഇത് അള്ളാഹു നമുക്ക് ഔദാര്യമായി കൊണ്ട് തന്നതാണ്. അത് അള്ളാഹു നമുക്ക് വലിയൊരു ചാൻസ് തന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ്. വിസ്താരത്തലം പുത്തിരരും ഒരു സ്വത്താലും ഗുണം എത്തിടുക ധനുമേത്തയിലെ സലാമത്തേനിൽ എത്തിയിലത്തവർ കത്തലം ഏറിടും ജിഹമ സുഗതാറതും ബഹുമാ. സുതാര തിരുമുത്തുനബി അരുളുത്താർ യുദ്ധം ഇടത്ത് ഈകളിൽ ശുഹദുർകൾ മുൻകനിഹൂറുല്ലെങ്കല്ലാതെ മടങ്കുകൾ വന്ന് പുണർന്നിടും ഹാലതപ്പടിയാം അവർ കോലം ചെപ്പിടുവാൻ. മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളെയും സ്വത്തുക്കളും എല്ലാം ആണ് വലുത്, നമ്മുടെ സമ്പത്താണ് വലുത് എന്ന് വിചാരിച്ചിരുന്നാൽ അതൊന്നും ഉപകരിക്കാത്ത ഒരു സമയം നമുക്ക് വരാനുണ്ട്. അതൊന്നും ഉപകരിക്കാത്ത ഒരു സമയം നമുക്ക് പരലോകത്ത് വരാനിരിക്കുന്ന യൗമയഫിറുൽ മർഉ മിൻ അഖീഹി വസ്വാഹിബതിഹി വബനീഹി. സ്വന്തം വാപ്പ മകനെ കാണുമ്പോൾ ഓടുന്ന, അതുതന്നെ ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടുന്ന,
ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടുന്ന, ഉമ്മ മകനെ കാണുമ്പോൾ ഓടുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. കാരണം എല്ലാ ആളുകൾക്കും അവർക്ക് ഏറ്റാൻ മാത്രം ഭാരങ്ങൾ അവർക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഈ കപ്പലിൽ എല്ലാവരും കയറുക. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഏറിടും ജിഹമ, സുഖദാരതും ബഹുമാ, നമുക്ക് എന്തായാലും വിജയിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല നല്ല സുന്ദരമായിരിക്കുന്ന ഒരു കൊട്ടാരം നമുക്ക് ലഭിക്കാനുണ്ട്. അത് സ്വർഗീയ ലോകം. ആ ലോകത്തെങ്ങാനും നമ്മൾ കടന്നു കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സുഖദോർകൾ മുൻകനി ഹൂറില്ലെങ്കിൽ അതെന്ത് മടങ്കൽ ബന്ധി പുണർന്നിടും. അത് സുന്ദരികളായിരിക്കുന്ന സ്ത്രീകൾ നമ്മെ വന്നുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഉമ്മ തരും, നമുക്ക് നമ്മളെ ചുംബിക്കും. പശുപാലം ചുംബിച്ചതുപോലെയല്ല. എപ്പടിയാം അവർ കോലം ചെപ്പിടുവാൻ. ഏത് രൂപത്തിലുള്ള ഹൂറിലീങ്ങളാണ് അവരെന്നറിയുമോ? ചെപ്പാനിപ്പൂവിയിൽ പറയപ്പെടും ഒപ്പാരിത്തും മതിപ്പെടാതൽപ്പമേ, ചെണ്ടയും മുടി കൊണ്ടയും കൊടി പിന്നലും കണ്ണലും മണ്ണിലെ മിന്നിടുൽ സോമനം കതിരോൻ കറുമാൽ മയങ്കിടുമേ. സുപ്പാമത്തകാവിൽ പറവൈ പുരി കപ്പാൾ പുത്തനു വിഷ്ടത് ദൃഷ്ടിയും സുങ്കുളർ കമളം കവൾക്കുള്ള ചെമ്പകപ്പൻ പവിളം പിളർവിൻ പണി തുന്ത മാന്തളമോ കുരുചന്ത മാന്തളമോ. നിപ്പോ ചെപ്പ് പുറത്തുറുമാൻ പള്ളാറുപ്പോ കുപ്പി കൊടുപ്പ് മലർപ്പൂനെ നെഞ്ചുമേ പൂയ തഞ്ചമേ തൊയിൽ ചിന്തപ്പെടും ദിനി ചന്ദ്രനന്ദമേ പൂമണ്ണം കമൾവാൻ കരുണമനം കുളിർവാൻ. അങ്ങനെ സ്വർഗീയ ഹൂർലികളെ പറ്റി അങ്ങേയറ്റം വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്. അതോ പറഞ്ഞില്ലേ, അവൾ ചിരിച്ചാൽ മുത്തു ചിതറും ആ മുത്തോ നക്ഷത്രമാകും എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ സ്വർഗീയ ഹൂർലിങ്ങൾ ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്. അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കല് കണ്ട്. അങ്ങനെയുള്ള ഹൂർലിങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല 70ഓളം മടക്കുകൾ അടക്കിക്കൊണ്ട് അവർ വസ്ത്രം എടുക്കുകയാണെങ്കിൽ പോലും ആ അവരുടെ കാലിന്റെ എല്ലുകളുടെ ഞണം പോലും കാണാൻ സാധിക്കും. അത്രമാത്രം പ്രകാശത്തിന്റെ ഉടമകളാണവർ. മാത്രമല്ല അവരെങ്ങാനും പുഞ്ചിരിക്കുകയാണെങ്കിൽ അവരുടെ ആ രാഗം, അവരുടെ പുഞ്ചിരിയും അതുപോലെ അവരുടെ ശബ്ദം കേൾക്കുകയാണെങ്കിലോ ഉയിർ പോകുമ്പോൾ പുരിയോ ജീവൻ അങ്ങോട്ട് പോയിപ്പോവും. അത്രമാത്രം സൗന്ദര്യമുള്ള, അത്രമാത്രം കേൾക്കാൻ ഇമ്പമുള്ള ശബ്ദമാണ്, കാണാൻ സൗന്ദര്യമുള്ള ശരീരമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഹൂറിലിങ്ങളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനത്തെ സ്വർഗീയ ലോകത്തേക്കാണ് ഈ കപ്പൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും അതിൽ കയറാൻ മടിക്കണ്ട എന്ന് പറഞ്ഞ് വല്ലാതെ സ്വർഗീയ ഹൂറിലിങ്ങളുടെയും അതുപോലെ തന്നെ സ്വർഗീയ സുഖങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആവേശഭരിതരാക്കുകയാണ്. എല്ലാ ആളുകളും ദുനിയാവ് അങ്ങോട്ട് മറന്നുകൊണ്ട് എന്തായാലും ശരി ഇനി ഒരിക്കലും പള്ളി വിട്ടുകൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്ന് മനസ്സിലാക്കി അവരെന്ത് ചെയ്യുന്നു? അവരിതിനു വേണ്ടി ഒരുങ്ങുകയാണ്. സുവനാദിയാളെ തീവാൾ പെറ്റിടും ഷഹീദിൽ തൊളുകൈ കൂളിയും ഹറാമി പൂവരി മീതിൽ പവനം മാവരെ അറിവാഹുകൾ ജന്നത്തിൽ പച്ചപ്പാടങ്കം ഖവാസീനാകം കടത്തി തുവലപ്പാരന്തേരിയാതുൽ ജീനകത്ത് തൊകുതി പാശവർണം ഒരേ താരം പൂജിത്ത് തവനം മാകറ്റും അൻഹാറിൽ നീരും കോടിത്ത് തട്ടിപ്പാറക്കും കുളിർമഹോഷി മീകത്ത്. എന്താണ് സ്വർഗത്തിന്റെ സ്ഥിതി? ഷഹീദായി മരിച്ചാൽ കുളിപ്പിക്കാൻ പോലും പാടില്ല. ആ രക്തത്തോടുകൂടെ മറവ് ചെയ്യണം എന്നാണല്ലോ ഇസ്ലാമിന്റെ കൽപ്പന. മാത്രമല്ല ഇഹലോകമിൽ മരിച്ചെന്ന് നാം പറയുന്നു, പരലോകമിൽ ഹയ്യാണവർ തിന്നുന്നു. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അങ്ങനെയുള്ള സ്വർഗീയ ലോകമാണ് നമുക്ക് കിട്ടാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകളെയും അതിലേക്ക് ആകർഷിപ്പിക്കുകയാണ്.
മികവുറ്റേ അറിശിന്താനൽ മേവിയും പോറുക്കും മേൽമാനി എഴുമത്തിനാലൊരു നാൾ മേൽമാനി എഴുമത്തിനാലൊരു നാൾ നെൽമണി എഴുമത്തിനാലൊരു നാൾ വരേക്കും ഇകലും പീരളിയും ഒറ്റേ മാഹിഷറിന്ന് എളുപ്പം ഹീസാബും സീറാത്തും മിൻ പോൽ കടക്കും. മാത്രമല്ല, നാം സാധാരണയായി മരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞത് 3 സമയത്ത് ആരെയും ഓർക്കാൻ കഴിയില്ല. ആയിഷ എന്ന് പറഞ്ഞ 3 സന്ദർഭങ്ങളുണ്ടല്ലോ. അവിടേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഹിസാബ് വളരെ പെട്ടെന്ന് തീർക്കാൻ സാധിക്കും. സിറാത്ത് പാലം വളരെ പെട്ടെന്ന് വിട്ടുകിടക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ പിന്തിരിഞ്ഞു നിൽക്കരുത്. എല്ലാ ആളുകളും ഇതിലേക്ക് മുന്നിട്ട് വരണം എന്ന് അവിടെയുള്ള സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അഥവാ ആരെങ്കിലും പിന്തുകയാണെങ്കിലോ, കാളും ജഹന്നമൽ വഴിതാക്കളോ കനകപ്പതി കൊണ്ടുൾ വഴിതാകളോ നാളും പെരിയ ഫീസബീനിലാലേ നായെന്നറിവീത്ത് എല്ലാം പോലെ ബിളും നബി താഹ സഹാബാക്കളിൽ ബിന്റെ ഹദീസുകൾ കനിന്തിന്നാളിൽ ബാലും ഉലമാക്കൾ എടുത്ത് ബിന്ദും വാർത്താ നമ്മை കേട്ടി തുറപ്പിത്തെണ്ടു എണ്ടും മുഅ്മിനീങ്ങൾ അവർ തമ്മിലേ ഏറ്റം മൊളിന്തൂറ ചുറുതിയാലേ നിണ്ടും കവാഫീർ ചമർ ചെയ്വാനായി നിരക്കെ ഉറപ്പിത്ത് നിലപ്പോരുമായി. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇനി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് അഥവാ നമുക്ക് മുസ്ലിമായി മരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ കാഫിരീങ്ങൾക്ക് അല്ലാഹു നൽകുന്നത് വളരെയധികം വേദനാജനകമായിരിക്കുന്ന ശിക്ഷയാണ്. കുല്ലമാ നദജത്ത് ജുലൂദുഹും ബദ്ദല്ലാഹും ഗൈറഹാ ലിയദൂഖുൽ അദാബ്. കരിഞ്ഞ് കരിക്കട്ടയാകുന്ന സമയത്ത് വീണ്ടും ആ ശിക്ഷകൾ അനുഭവിക്കാൻ വേണ്ടി വീണ്ടും തോലുകൾ നൽകിക്കൊണ്ട് അല്ലാഹു തആല വീണ്ടും ശിക്ഷിക്കുകയാണ്. ഒരു കാലത്തും മരണമില്ല. ഈ ലോകത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ താങ്ങാൻ കഴിയാത്ത അദാബുകൾ ഈ ലോകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മരണം സംഭവിക്കും. അതോടുകൂടെ അവന്റെ എല്ലാ പ്രശ്നങ്ങളും ഇഹലോകത്തിൽ നിന്ന് തീരുകയാണ്. അല്ലെ, താങ്ങാൻ കഴിയാത്ത ഒരു കല്ല് നമ്മുടെ തലയിൽ വന്ന് വീണാൽ അവിടെ നിന്ന് സംഭവിക്കും. താങ്ങാൻ കഴിയാത്തൊരു അദാബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെടുകയാണ്. അതോടുകൂടെ ആ പ്രശ്നം അവിടെ തീരുന്നു. എന്നാൽ നാളെ ഇങ്ങനെ മരണം ഇല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചു നോക്ക്. ഇങ്ങനൊരു അവസ്ഥയാണ് നാളെ പരലോകത്തുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യവിശ്വാസികളായിരിക്കുന്ന ആളുകളെ അവർ ആനന്ദഭരിതരാക്കുകയാണ്. നരകീയ ലോകത്ത് കാലാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആവേശഭരിതരാക്കുകയാണ്. നിണ്ടും കവാഫീരിൽ ചമർ ചെയ്യുവാനായി നിരക്കെ ഉറപ്പിത്ത് നിലപ്പോരുമായി നിന്തോരവരിൽ മങ്കരത്തോപ്പിലെ ബിരക്കരു യൂസുഫ് അവർ പോലെ കണ്ട് കനകങ്ങൾ വിധി പോലൊക്ക കരുത്തിൽ വിരിത്തവർ കൊടുത്ത് ഹക്കാലുറുദികൾ കനുഫം ചെയ്തേ കരുത്തരു അരികരോടവസ്ഥ ഓതീ. ഇവർക്ക് വാല് പറഞ്ഞു കൊടുക്കുന്നത്, പ്രസംഗിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ എന്ന് പറയുന്ന ആളാണ്. മങ്കരത്തൊടിക യൂസുഫ് മുസ്ലിയാർ അദ്ദേഹമാണ് ഈ രൂപത്തിലെല്ലാം നമ്മുടെ സമുദായത്തിന് വേണ്ടിയിട്ട് പ്രസംഗിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്,
ശക്ക് വരാതെല്ലാം ഷഹീദാകണം, ഷർപ്പൊത്തദീനായി നിലത്തിടണം. മക്കാനബി മൂലം അവർ മാദീന്, മന്നാൻ വഴങ്ങട്ടെ നമുക്കീമാന്. ബെക്കം കണക്കും ഭാഗ്വസീയപ്പില്ല, ബിണ്ടിങ്കണവീൻ പോയി ക്ഷണമേനില്ല. ക്ഷണമേ ഇവ വാക്കും അവിഷ്ഠാനത്തെ, ചിങ്കപ്പുലിയൂസുഫവറൂരത്തെ. ഗുണമാൽ അവർ കുറ്റോ നിലൈവർ മാറ്റി, കൂറാലനന്തോരും വഴിപ്പെട്ടേറ്റ്. മംഗലത്തൊടുക യൂസുഫ് മുസ്ലിയാർ ഈ പ്രസംഗം അങ്ങനെ പ്രസംഗിച്ചു. എല്ലാ ആളുകളോടും പറഞ്ഞു, നിങ്ങൾ ആരും തന്നെ പിന്തു നിൽക്കരുത്. എല്ലാ ആളുകളും വസിയത്ത് പറയാനുള്ളവർ വസിയത്ത് പറഞ്ഞ്, കടം വീട്ടാനുള്ള ആളുകൾ അത് വീട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരൂ. ഇനി ആരും പിന്തു നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ വിഭാഗം ആളുകളോട് നാം ഒരിക്കലും നമ്മുടെ ശുചിതി പരക്കുവാൻ വേണ്ടിയോ നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ല നാം യുദ്ധം ചെയ്യുന്നത്, അള്ളാഹുവിന്റെ ഭവനം കാക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയത്തിൽ പിന്തി നിൽക്കാതെ നിങ്ങൾ വസിയത്ത് പറയാനുള്ള ആളുകൾ അത് ചെയ്ത്, കടം വീട്ടാനുള്ള ആളുകൾ അത് ചെയ്ത്, എല്ലാ കാര്യങ്ങളും തീർത്തുകൊണ്ട് നിങ്ങൾ ഈ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മംഗലത്തൊടുക യൂസുഫ് മുസ്ലിയാർ ആദ്യമായിട്ട് എത്തുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ അനുജന്മാരും എത്തുന്നു. വിണക്കിന്നുരത്തവർ മനകൾ ചേർന്ന് പെരുന്തേയികൾക്കായിട്ടൊരുങ്ങി വന്ന്, കണക്കും തിണை പേരും വിവരത്താലേ കവിയായി നവിൽ വേവൻ ഹക്കറിന്തേ പോലെ. അങ്ങനെ പല ആളുകളും ഈ യുദ്ധത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് എത്തുകയാണ്. ഓരോ ആളുകളെ പറ്റിയാണ് ബഹുമാനപ്പെട്ട കവി പറയുന്നത്. എല്ലാവരും കൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ വിശദീകരിക്കാം. അറിവതയറ്റെ പയ്യൽ പറവനിൽ തെറ്റായി കാങ്കിൽ തിറമറിന്തിട്ടോർ തീർത്ത് തരണമേ പോറ്റി. അങ്കമുക്കാതി പള്ളി തങ്കയത്തേശി ഇണ്ടൊരു മങ്കരത്തോപ്പിൽ മായിൻ യൂസുഫെണ്ടവരാ. ആദ്യം നേരത്തെ നാം പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളെല്ലാം പ്രസംഗിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട മംഗലത്തൊടുക യൂസുഫ് മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിച്ചു. ചില ആളുകളുണ്ടല്ലോ പ്രസംഗിക്കാൻ ഉഷാറായിരിക്കും, പക്ഷെ അത് പ്രവർത്തിക്കാൻ അവരെ കിട്ടൂല. ഇങ്ങനെയല്ല, അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹം തന്നെ വന്നിരിക്കുകയാണ്. പിറകവർ കുറ്റോർ സഹജൻ തനുമണുന്തിട്ടോൻ അവർ പിന്നിലവരും കണ്ണമ്പിന തൊഴിൽ ബന്നം അറിവുടയോർ പിന്തിടാതാവർ പാതി തന്നിലെ മൊയ്തീൻ മൂസായിന്റെ പൊലിയവർ തന്റെ ബനികളിൽ ബിന്ദു പുതുമകളായി. ഹറുബിൽ വിടമില്ലാർന്നമേ ഷഹിദാകും ഇളയമന്നോതി അതിനോട് കലകിനു അനയെന്നും കൂറിനവർ മറുമാടമറമണയാത്ത പയലരാൻ ഷറഫില്ലേ മൂസാം എണ്ടോർ നലിയനെ കൂറി ബിണ്ടാർ സഖിഹലാക്കും കൈ മാലും മടവയും ഇപ്പോൾ ഷക്കിലെ കോനിൽ താൻ തഹവക്കൽ ചെയ്തെണ്ടും സേലാമുറ്റവർ നായൻ തെണ്ടഹബൈത്തിലാണവായി. അതിനുശേഷം തന്റെ സഹോദരൻ അവിടെ എത്തുകയാണ്, മൊയ്തീൻ മൂസ. പിന്നീട് ഇവിടെ മൊയ്തീൻ മൂസ എന്റെ പൊലിയവർ തന്റെ ബനികളിൽ ബിന്ദുപുതുമളവ് തന്റെ മക്കളോട് പറയാണ്, ഇവിടെ ആര് നമ്മൾ ഷഹീദാകും എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഒരു മത്സരം പോലെ നമ്മൾ പറയില്ലേ, ആർക്കാണത് കിട്ടുക, ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്നത് പറഞ്ഞതുപോലെ ഇവിടെ ആര് നാം ഷഹീദാകും, ആരാണ് നമ്മൾ ഇതിൽ ഷഹീദാകുക എന്ന് നമുക്ക് നോക്കാം, ആർക്കാണ് ആ ഭാഗ്യം കിട്ടുക എന്ന് നമുക്ക് നോക്കാം എന്ന് ബഹുമാനപ്പെട്ട മൊയ്തീൻ മൂസ തന്റെ കുട്ടികളോട് പറയുമ്പോൾ അവർ വളരെ ആവേശഭരിതരായി എന്നാണ്. കലകിൽ അണയെന്നും കൂറിനവർമാരു മാതൃമണ്ണം അണയാത്ത പയല വളരെ ചെറിയ കുട്ടികളാണ്. എന്നിട്ട് പോലും അവര് വളരെ ആവേശഭരിതരായിക്കൊണ്ട്, ഇത് ബ്രോസ്റ്റ് കഴിക്കാനല്ല വിളിക്കുന്നത്,
അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ശത്രുക്കളുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കാനാണ്. ഷറഫിലെ മോസം എന്തോറ് അളിയനെ കോറി ബിണ്ടാൻ സഖിഹലാക്കും കൈ മാലും അടവയും ഇപ്പോൾ ശക്കിലെ കോനിൽ താൻ തഹാവക്കൾ ചെയ്തിട്ടും സലാമുറ്റവർ നായൻ തന്റെ ബൈത്തിലാണ് വായ്. അങ്ങനെ മൊയ്തീൻ മൂസ എന്ന് പറയുന്ന ആള് തന്റെ അളിയനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, വസിയത്തെല്ലാം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലെല്ലാം തവക്കുലാക്കിയിട്ട് അള്ളാഹുവിന്റെ പള്ളിയിൽ അദ്ദേഹം എത്തുകയാണ്. മിഷമൊൻസേരാം നല്ലൊരു മൂസ കുഞ്ഞോലൻ ആവർ താശ കുഞ്ഞരും കേണ് പേശി അഞ്ചാതേ തിലകരം തട്ടിൽ വേഗം പലിശയും കേട്ടി തീറ്റിൽ മലകരം കൂട്ടി പോലെ അലമതത്തോടെ കോശത്തിത്തമാൾ ഷേഹിദാശബത്തോരായി കൂഫിർ കൂട്ടരിലെ കളപൂട്ടി പരനുട വീട്ടിൽ അണയുവരായി. കൂർബരിപ്പിത്തോർ പൂകൾ പേർനരി പോറ്റ അഹമ്മദ് കോലമകവർ കുഞ്ഞോലൻ അബുവരെ താലം ഹലരണവായി. ഇങ്ങനെ ഒരുപാട് ആളുകൾ, 44 ആളുകളാണ് ഈ രംഗത്ത് വന്നിരിക്കുന്നത്. 44 ആളുകൾ. ആ 44 ആളുകളും ഇറങ്ങിയ ഓരോ രംഗങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന് പ്രധാനപ്പെട്ട ചില ആളുകൾ ഇറങ്ങി, 1-2 ആളുകൾ ഇറങ്ങിയത് നമുക്ക് പറയാം. ഒരിക്കൽ തന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് മട്ട് വിട്ടുമ നാമ നീളമ ദാങ്കിൽ പേർ വിളി ഭാരമാകുമേ മറ്റേനിക്കൊരു കാതലേതിന് ആരമാ മണി മോനണി ഓഴി. മകൻ ഇറങ്ങുന്ന സമയത്ത് ഒരു മിനിറ്റ്, മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങുന്ന സമയത്ത് തന്റെ ഉമ്മ പറയുകയാണ്, പൊന്നാര മോനെ, ഞാൻ ഇന്ന് വരെയും നിനക്ക് വേണ്ടിയാണ് ജീവിച്ചത്. നീയുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്നെ സംരക്ഷിക്കാൻ ആരാണ് പൊന്നു മോനെ? ഇട്ടം പോർ ചെയ്യുവാൻ ഇവ ഉറ്റിടണ്ട നീ എന്നും പൊട്ടിയാളൂത് തളർന്നറ്റ് വീണുടൈ. ഇത് പറഞ്ഞുകൊണ്ട് പൊന്നാര മാതാവ് ഭൂമിയിൽ വീഴുകയാണ്. പക്ഷെ മകൻ പറഞ്ഞു, ഉമ്മ തെറ്റിവ ഭാഷം പള്ളി ചുട്ടുപോകും നാൾ ചൊന്നാൽ കുറ്റമുണ്ടുമ്മ ഹൈറേ തൊട്ടരുൾ വീരേ. പൊന്നാറുമ്മ, ഉമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരില്ല ഉമ്മ. അള്ളാഹുവിന്റെ പള്ളിയല്ലേ, ആ പള്ളിയല്ലേ കരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഹൈറിന് വേണ്ടി എന്നെ അനുഗ്രഹിക്കും ഉമ്മ, സമ്മതം തരും ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ബഹുമാനപ്പെട്ട മൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള് മാതാവിനോട് സമ്മതം ചോദിക്കുകയാണ്. അരുളി പിടി തരണം എന്റെ കരുണை മുത്താരേ, ഉയർ കിരണമുറ്റോരേ, ഹമലി 10 ഹൃദയത്തിൽ ജനത പെത്തോരേ, നോവും കനം സഹിത്തോരേ, ഉരതിരി തീട്ടുയർ കുടിത്തിൻ വരെ വളർത്താരേ, മുലൈ പയസുണർത്താരേ, ഉടയ ഹക്കാണവരിലൊക്കെ കഴിയായ പീരേ, സബുർ ചെയ്തിരിപ്പീരേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അരുളി ബിഡൈ തരണം എന്റെ കരുണை മുത്താരെ, എന്റെ കരളന്റെ കരളായ ഉമ്മ, എന്റെ ജീവന്റെ ജീവനായ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. 10 മാസം എന്നെ വളരെയധികം വേദന സഹിച്ചുകൊണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, എന്നെ ഗർഭം ചുമന്ന 10 മാസം ചുമന്നുകൊണ്ട് എന്നെ വേദനകൾ സഹിച്ച് പ്രസവിച്ച ഉമ്മ, ഉരതിരിത്തിട്ടുയരി കുടിത്തിൻ വരി വളർത്താരെ, തന്റെ ജീവിതം ഒന്നും പ്രശ്നമാക്കാതെ എന്നെ ഇത്രയും നാള് നല്ല നിലയിൽ വളർത്തിയ എന്റെ പൊന്നാര ഉമ്മ, മുലായി പയസ്സുണർത്തായി എനിക്ക് മുലപ്പാല് തന്ന ഉമ്മ, ഉടയ ഹക്കാണ് അവനിലൊക്കെ കഴിയായ പിരി അള്ളാഹു തവക്കലാക്കുമ്മ, സബൂർ ചെയ്തിരിപ്പിരെ സമാധാനപ്പെട്ടുകൊണ്ട് എനിക്ക് സമ്മതം തരുമ്മ എന്ന് പറഞ്ഞുകൊണ്ട്
തരമാക്കി വെച്ചേ മടിച്ചേനെ തന്നെ തായിൽ കൊടുത്ത് വീടை തേണ്ടി പിന്ന തിരികെ നാടൻ തീരെ ബൈത്തിൽ കടந்தாർ വേഗം പാടങ്ങി ദുആയും നീരന്താർ ഇവർ ഉറ്റയിരിപ്പാരോ പിന്നും കഥയെ താരിപ്പീരോ. അങ്ങനെ താൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന തന്റെ സമ്പാദ്യമായിരിക്കുന്ന ആ സമ്പാദ്യം മുഴുവനും എടുത്തുകൊണ്ട് തന്റെ മാതാവിന് കൊടുക്കുകയും മാതാവിന്റെ സമ്മതം കിട്ടി, ഒരു മൗനസമ്മതം കിട്ടി എന്ന് കണ്ടതോടുകൂടെ വളരെ പെട്ടെന്ന് അദ്ദേഹം പള്ളിയിൽ ഹാജരാവുകയും ചെയ്യുകയാണ്. അതിനുശേഷം പിന്നീട് രായിൻ ഷഹീദ് എന്ന് പറയുന്ന മറ്റൊരാൾ, രായിൻ എന്ന് പറയുന്ന ഒരാൾ ആണ് ഇറങ്ങുന്നത്. കഥജമാലിൻ തനയൻ റായിൻ ഷഹീദെന്തോരും പുറപ്പെടുന്തൊരു നേരം കനവർ കിട്ടി മണവിയാൽ ചെണ്ടളുത് കണ്ണീരും മലാച്ചൊരുന്തിടെ പാരം മധുമധുര കനിയൻ ജീവൻ തുണയാനൊരേ ഞാൻ എന്നെ പിരിന്തുമൈ പോയാൽ മനത് കെതും കുടിയിരുന്ന് വെറുപ്പിലായി ഞാൻ പുവിയിൽ പൊറുപ്പതെങ്ങീന വദനം മേലും തേങ്കി തേങ്കി കുലുങ്കി പിണ്ടവൾ കൊഞ്ചം പൊറുപ്പിരയെങ്കി ചിതമുറ്റമേ കൺമാകനുണ്ടൂറെങ്കി ചെപ്പുന്നോടന്നുണ്ട് പാർക്കട്ടെ ചൊങ്കി ചൊങ്കുറ്റെ പൂമോനേ ഉന്നേ പങ്കിത്തോ തേമാനേ. അങ്ങനെ ജമാൽ എന്ന രായിൻ ഷഹീദ് എന്ന് പറയുന്ന ആൾ ഇറങ്ങുന്ന സമയത്ത് തന്റെ പ്രിയതമ വന്നുകൊണ്ട്, തന്റെ ഭാര്യ വന്നുകൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയുകയാണ്. പൊന്നാര ഭർത്താവേ, നിങ്ങൾ പോകല്ല, പോകല്ല ഭർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വേദനിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് കരയുകയാണ്. മധുമധുര കനിയൻ ജീവൻ തുണയാനോരെ ഞാൻ എന്നെ പിരിന്തുമേ പോയാൽ. അവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കും? മനത് ഖേദം കുടിയിരുന്ന് വെറുപ്പിലായി ഞാൻ ഭൂമിയിൽ പൊറുപ്പതെങ്ങനെ, പിന്നെ എന്തിനാണ് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബദനം എളുന്തേങ്കി തേങ്കി കുലുകെ പൊട്ടിക്കരയുകയാണ് തന്റെ പ്രിയപ്പെട്ടതമ. ഭാര്യ പൊട്ടിക്കരയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങോട്ടൊന്നും ഭർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ഐഡിയ പ്രയോഗിക്കുന്നു. ബിണ്ടാവ് കൊഞ്ചം പൊറുപ്പീരെങ്കിൽ, ഭർത്താവിനെ എങ്കിലും തന്ത്രപരമായി കൊണ്ട് ഭർത്താവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഭാര്യ പറയുകയാണ്, ചിതമുറ്റമൈ കൺമാകനുണ്ടുറങ്കൈ ചെപ്പുന്നുണർന്നുണ്ട് പാർക്കട്ടെ ചൊങ്കൈ. നമ്മുടെ 2 വയസ്സ് പോലും തികയാത്ത പൊന്നോമന കുഞ്ഞ് തൊട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ആ കുട്ടി ഉറങ്ങിയിട്ട് അതിന്റെ മുഖം ഒന്ന് കണ്ടിട്ട് പോയാൽ പോരെ ഭർത്താവേ എന്ന് ഭർത്താവിനോട് ചോദിക്കുക. എന്തിനാണ് ഇവിടെ കുട്ടിയുടെ മുഖം കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചത്? ഭാര്യക്കറിയാം ആ പൊന്നോമന മകനെങ്ങാനും ഭർത്താവ് ഉണർവോടുകൂടെ കാണുകയാണെങ്കിൽ ഒരിക്കലും പോകാൻ കഴിയില്ല എന്ന്. അത് ഭർത്താവിനും അറിയാം. അതുകൊണ്ട് തന്നെ ബുദ്ധിമതിയായിരിക്കുന്ന ഈമാനുള്ള ഭർത്താവ് പറഞ്ഞു, ചൊങ്കുറ്റ പൂമോനേ ഓനേ പങ്കിത്തോ തേമാനേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, 2 വയസ്സ് പോലും തികയാത്ത പുന്നാര പൈതലുണ്ടല്ലോ, ആ പൈതന്നെ നീ വേണ്ടതുപോലെ നോക്കണേ, വേണ്ടതുപോലെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊട്ടിലിന്റെ നേരെ നോക്കിയിട്ട് പറയുകയാണ്, നിലപ്പിൻപാരട്ടെ നമ്മൾ പിരിവാനാറ്റ കരുവേ ഇനന്ത് നൊന്ത് മോറമ്പനകം കഴിവ് തെവി ഉരുവേ ചലിപ്പതിനാൽ കനിവതൊണ്ടും കൊടുത്തിടാമൽ ഹറജായി സർജന പോമതര ബാല പൊലി മസ്ജിദിൽ അണവായി. തൊട്ടില് നേരെ നോക്കിയിട്ട് പറയുന്ന പൊന്നാര പൈതലേ, മുത്തേ നിന്നെ നോക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മോണകൾ കാട്ടിയുള്ള നിന്നെ പുഞ്ചിരി കാണാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല മുത്തേ. പടച്ചറബിന്റെ പള്ളി കരിക്കുന്ന സമയത്ത് നാം നമ്മുടെ കുട്ടികളെയും ഭാര്യമാരെയും നോക്കിയിരുന്നാൽ പടച്ചറബിന്റെ മുമ്പിൽ സമാധാനം പറയാനുണ്ടായിരിക്കില്ല മോനെ. അതുകൊണ്ട് നിന്നെ സംരക്ഷിച്ച റബ്ബ്, നിന്നെ സൃഷ്ടിച്ച റബ്ബ് സംരക്ഷിക്കും. അതുകൊണ്ട് മുത്തേ എന്നോട് ക്ഷമിക്കൂ മുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ തൊട്ടിലിനെ നേരെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട പിതാവ് രായിൻ എന്ന് പറയുന്ന ആളും പള്ളിയിൽ അണയുകയാണ്.
തലത്തിൽ അവർ തമയരോടും സഹജനോടും ചെലവേ തരുള നിശത്തനയിൽ നമ്മൾ കൊഴികെ പോവാക്കിലവേ കലകിൽ നമ്മൾ അടവെപിനാൽ പിതാവുക്കില്ല തണിയേ കരുതിയുങ്കിൽ പിരിന്തു പോവിൻ ഷഹീദവങ്ങാൻ മണിയേ. ഇവിടെ അദ്ദേഹം ഇവിടെ ചെന്നപ്പോ, പള്ളിയിൽ ചെന്നപ്പോ തന്റെ സഹോദരൻ അവിടെയുണ്ട്, തന്റെ അനുജനും അവിടെയുണ്ട്. തരുളനേശ തനയർ നമ്മൾ ഒഴികെ ഭാവാക്കില്ലവേ. അവരുടെ പിതാവ് വയസ്സായ പിതാവാണ്. അപ്പൊ അനുജനോട് പറഞ്ഞു, തലത്തിൽ അവർ തമയരോടും സഹജനോടും ചൊലവേ തരുളനേശ തനയർ നമ്മൾ കൊഴികെ ഭാവാക്കില്ലവേ. ഞാനും നീയുമാണ് ഉപ്പാക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് കലയിൽ നമ്മൾ അടവെ വീണാൽ പിതാവുക്കില്ല തണ്ണിയേ കരുതിയുങ്കിൽ പിരിന്തു പോവീൻ ഷഹീദാവഞ്ഞാൻ മണ്ണിയേ. അതുകൊണ്ട് ഞാന് രണ്ടുപേരും കൂടെ ഷഹീദാവുകയാണെങ്കിൽ, രണ്ടുപേരും നമ്മളിവിടെ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ വയസ്സായ പിതാവിനെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പൊന്നാര മോനെ, അനുജനോട് പറയാണ്, മോനെ നീ പോ, ഇവിടെ യുദ്ധം ചെയ്യാൻ ഞാൻ മതി, ഞാൻ ചെയ്തോളാം യുദ്ധം. ആ സമയത്ത് എന്താണ് അനുജൻ പറഞ്ഞത്? മണിത്തമയൻ മൊളിന്ത് നീ പോടിവിടെ ഞാനും നിലപ്പേൻ മറുപൊളി പിമ്പി ബിറഹിമോർത്തമയരെ ഞാൻ നടപ്പേൻ. അനുജൻ പറഞ്ഞു, ഇക്ക പോയിക്കോ. ഇപ്പൊ നമ്മളൊക്കെ ഒരു ചാൻസ് കിട്ടിയ ഓടാൻ നിൽക്കും അല്ലേ? ഇവിടെ രണ്ടുപേരും തർക്കിക്കണം, ആരാണ് മരിക്കേണ്ടത്, ആരാണ് ഷഹീദാവേണ്ടതെന്നാണ് തർക്കിക്കുന്നത്. ഇവിടെ ജ്യേഷ്ഠൻ പറയുന്നു നീ പോയിക്കോ, അനുജൻ പറയുന്നു നീ പോയിക്കോ. അപ്പോ അനുജൻ പറഞ്ഞു, തണ്ണിയെപ്പോരിൽ ഷഹീദായാലുൾ പൊലിവും സ്വർഗം വളർമാ തരുമെണ്ടെങ്കിൽ ഉറപ്പ് തന്താൽ മടങ്ങി പോവാൻ ക്ഷണമാ. പിണങ്കും വീര പുലികൾ രണ്ടും അനുജൻ തന്നെ വെളുത്ത് പിതാവിലേറ്റം സലാമവരിൽ വിരുത്തി വേഗം നയത്ത്. അങ്ങനെ രണ്ടുപേരും പരസ്പരം തർക്കമായപ്പോ അനുജൻ പറഞ്ഞു, ഞാൻ പൊയ്ക്കോളാം, പക്ഷേ ഒരു കാര്യം ചെയ്യണം. എന്താണെന്നറിയോ? വിണങ്കും വീര പുലികൾ തനിയെപ്പോരിൽ ഷഹീദായാലുൾ പൊലിവും സ്വർഗ വളർമ തരുമെണ്ടുകൾ ഉറപ്പ് തന്നാൽ മടങ്ങി പോവാൻ ക്ഷണമാ. യുദ്ധത്തിൽ ഷഹീദായ ആളുടെ ആ എല്ലാവിധ ഫളീലത്തും എനിക്ക് ലഭിക്കും എന്ന് ഉറപ്പ് തരണം, എന്നാ ഞാൻ പോയിക്കോളാം. അതെങ്ങനെ ഉറപ്പ് കൊടുക്കാൻ കഴിയും? ഏതായാലും അനുജൻ പോകൂല എന്ന് കണ്ടപ്പോ ഇവർ രണ്ടുപേരും കൂടെ ഒരു ഐഡിയ എടുത്തു. അവരെ രണ്ടുപേരുടെയും ഒരു അനുജനും കൂടെ അവിടെ ഉണ്ട്. ആ അനുജനെ വിളിച്ചിട്ട് സോപ്പിട്ടിട്ട് അവരോട് പറഞ്ഞു, പിതാവിലേറ്റം സലാമവരിൽ വിരുത്തി വേഗം അയത്ത്. നല്ല രൂപത്തിലൊക്കെ ഒരുപാട് സോപ്പിട്ട് പറഞ്ഞ് പിതാവിനോട് സലാം പറയണം എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരുടെയും അനുജനെ അവർ വീട്ടിലേക്ക് തിരിച്ചയച്ചു. അണിപ്പൊരിനായി പുറപ്പെടവേ കളപ്പടനയക് അകമത്തക്കൂ മികുമ്പത്തക്ക അവരം കുട്ടി അഴകേറ് അഴകർ പൊങ്കും മീനുത തങ്ക കുടമ്പോൾ പറഞ്ഞ തടിയും അതിർപ്പച്ചുണ്ടും ചിരിയും മൂക്കും തിളങ്കും പല്ലും കടിയും മഴിപട്ടക്കൺ പുരിക കൂട്ടം പിടയും വിഷ കൊടിയോ മനുവലാശ പെട്ടുമേ പാർക്കൽ കരുത്തും പാക്കും ചൊടിയോ. പിന്നീട് ഓരോ ആളുകൾ ഇറങ്ങിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 44 ആളുകൾ ഇറങ്ങി. ഈ ഇറങ്ങിയ കൂട്ടത്തില് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം അബൂബക്കർ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് പരമ്പരാക്കഭ്യാസം എന്ന് പറയുന്ന ഒരു അഭ്യാസം അറിയുമെന്നാണ്. അത്തീരം റാബിരുത്തിന്റെ വേനാരി പൊറ്റ മനക്കരും മുറ്റ വെറുതാൽ അമ്മൂജാലനം അമ്മൂ കുഞ്ഞോലനും പിന്മഹാതീർഹ സന്തൂരവയേ
ചിത്തേരാം പോരീനിൽ മറുത്തിടുവാനാണാവുത്താലി കുഞ്ഞാലെന്നാണ് വരും ചീകരും ചാടും വ്യാഘ്രം പോൽ പാടക്കൂകർ മുൻ ഹസൻ പോക്കരുമേ. ഹസൻ പോക്കർ എന്ന് പറയുന്ന ഒരാള് ഈ കൂട്ടത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് പരുന്തിലാക്കിയ അഭ്യാസം എന്ന് പറയുന്ന അഭ്യാസം അറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ തന്റെ പിതാവ് വലിയ അഭ്യാസിയാണ്, തന്റെ മകൻ ഹസൻ പോക്കർ വലിയ അഭ്യാസിയാണ് എന്ന് അദ്ദേഹത്തിന് പിതാവിനറിയാം. പക്ഷേ മകന്റെ അഭ്യാസം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എത്രത്തോളം അഭ്യാസം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരിക്കൽ തന്റെ മകന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി മകൻ കുളിക്കാൻ പോയ സമയത്ത് അദ്ദേഹം ഈ പാടത്ത് വരമ്പിട്ടു. അങ്ങോട്ട് കുളിക്കാൻ പോയ സമയത്ത് യാതൊരു കുഴപ്പമില്ലാത്ത പാടത്ത് തിരിച്ചു വരുമ്പോ, കാരണം അദ്ദേഹം കുളിക്കാൻ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരിക, 2-3 മണിക്കൂറൊക്കെ. ഈ സമയം ഉപയോഗപ്പെടുത്തി പിതാവ് പാടത്ത് വരമ്പിട്ട് കഴിഞ്ഞാൽ പാടം അറിയുന്ന ആളുകൾക്കറിയാം അത് പുതിയ മണ്ണ് ഉണ്ടായിരിക്കും, ചളിയാവാതെ പോരാൻ കഴിയില്ല. അപ്പൊ ഇദ്ദേഹം നീണ്ട ഈ വരമ്പില് ചളി കണ്ടപ്പോ, പുതിയ മണ്ണ് കണ്ടപ്പോ അദ്ദേഹം മനസ്സിലാക്കിയത് എന്നെ ആരോ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് തോർത്ത് തന്റെ തോളിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നൊരൊറ്റ ചാട്ടം ചാടി തന്റെ വീടിന്റെ മുമ്പിൽ ഈ പാടം എടുത്തു ചാടിയിട്ട് തന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോൾ പിതാവ് കാലിലേക്ക് നോക്കുകയും ആ കാലിൽ മണ്ണില്ല എന്ന് കണ്ടപ്പോൾ തന്റെ മകൻ അത്യാവശ്യം അഭ്യാസിയാണ് എന്നവർക്ക് പിതാവ് തന്നെ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഏതായാലും അദ്ദേഹം വാളും വീശിയും കൊണ്ട് ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടപ്പോ അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരെ പറയാണ്, ഇത്രയെല്ലാം നമ്മൾ കുലത്തിനെയൊക്കെ മൂടിത്തീരും പോക്കരും എത്തി, അയ്യോ ഈശ്വര ബാളത് വീശിയ പള്ളിയിൽ വാശൽ കാട്ടന്തകം പൊക്കിടലോ, ഈശ്വര പോക്കരാപ്പള്ളി എത്തിയല്ലോ. അവർക്കും പേടിയാണ്. പൊക്കസലാമൂറിയ കഴകത്തിൽ ഉരക്കവേ തമ്പിയോടണ്ണനിലും പൊങ്കാരുൾ പെങ്കളും തെൻകനിഷയ്യ് വാങ്കളും പൊങ്കളും ഒത്തിച്ചെണ്ണം. ഇക്കഴകത്തിൽ നിൽക്കാതെ പോകുവിന്നൽ കഴിവാകും വെണ്ടക്കുവതേ എട്ടുണ്ടുക ആകെ ചാട്ടി അവരെയും കൂട്ടി നീ പോമാറു നാട്ടകമേ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹസൻ പോക്കരി എന്ന് പറയുന്ന ആളും പള്ളിയിലെത്തി. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ചാളും കൂടി എത്തിക്കാനുണ്ട്. എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക്